സംഗീതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് ആവും സംഗീത്. എന്ത് പൊട്ട സാധനം പറഞ്ഞാലും ഇവൻ കൺവിൻസ്ഡ് ആവും. ഞാൻ ഇവന്റെ അടുത്ത് ഞാൻ എഴുതിയത് ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി ആയിരുന്നു. അപ്പോൾ ഇവൻ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊമേഴ്ഷ്യൽ എന്തൊക്കെ കയറ്റാവും ഈ ലോകത്തുള്ള സകലതും കയറ്റി വെച്ച് എങ്ങനെ ഓടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ഒരു പെണ്ണ ഈ പെണ്ണൊരു ഇങ്ങനെ ഒരു ട്രാവൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പാവും. ആ സ്റ്റോപ്പായി കഴിയുമ്പോൾ എല്ലാവരും ഞെട്ടിക്കുക. അപ്പം എന്താന്ന് നോക്കുമ്പോൾ ഒരു പുലി അതിൽ പാസ് ചെയ്യുന്ന ഒരു കാട്ടി കൂടിയാണ്. അപ്പോൾ ആരും പുറത്തിറങ്ങില്ല. പക്ഷെ ഇവള് ധൈര്യപൂർവ്വം പുറത്തിറങ്ങി പുലിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാന്നിട്ട് ഞാനിങ്ങനെ ഒരു സീൻ പറഞ്ഞ്. അപ്പം ഇവൻ അത് വർക്കാവുന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അപ്പം ഞാനെന്ത് ചെയ്യാം, പിറ്റേ ദിവസം പോയിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ബിൽഡ് ചെയ്ത് ഇവൻ കൺവിൻസ്ഡായി. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ ഒരു പ്രൊഡക്ഷൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. ഒരു തമിഴ് ആണ് പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ ആ പുലിയുടെ കേസ് ഇവൻ കൺവിൻസ്ഡ് ആയിട്ടിരിക്കുക. പുലിയുടെ കേസ് പറയണ്ടാ, അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞാണോ, അപ്പോൾ പിന്നെ അന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് കഥ പറഞ്ഞു തുടങ്ങി. ഇവനാണ് ഇടയ്ക്ക് പറയണത്, ഇടയ്ക്ക് ഞാൻ പറയാം. അങ്ങനെയായിരുന്നു കഥ പറഞ്ഞ് ആ ഫ്ലോയിൽ ഇവൻ ആ പുലിയുടെ കേസ് പറഞ്ഞു. ഞാനപ്പോൾ ഇതിനി പടം എടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലിരിക്കുക. പുള്ളി ഇങ്ങനെ തമിഴ് പുലിയില്ല, പുലി പോർഷൻ അത് ரொம்ப നല്ലതായിരിക്കും. സംഗീതം ഇപ്പോൾ അതിന് കുറച്ച് കാശാവും, VFX ബഡ്ജറ്റൊക്കെ വരുമ്പോൾ കാശാവും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, അത് പുലിമുരുകൻ ടീമില്ലേ നല്ല നല്ല പണിയെടുക്കുക പുലിയെ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോൾ.